ചെന്നൈക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രവചനങ്ങളുള്ളത് ചെന്നൈ ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പ്രവചിക്കുന്നത്. പക്ഷെ ചെന്നൈയും കൂടി അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജയിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരു കൂട്ടം 11 പേർ എന്ന രീതിയിലാണ് ചെന്നൈ ഈ മത്സരം കളിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പ്ലേയിങ് 11 സെലക്ഷനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു ടീമിൽ സ്വാഭാവികമായിട്ടും 4 വിദേശ പ്ലേയേഴ്സിനെ കളിപ്പിക്കാം. പക്ഷേ ഈ ടീമിൽ എത്ര വിദേശ പ്ലേയേഴ്സാണുള്ളത്? 2 പേര് മാത്രം. അതായത് 9 പേരും ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. 4 പേരെ കളിപ്പിക്കാവുന്ന സിറ്റുവേഷനിൽ വെറും 2 പേരെ മാത്രം വിദേശ കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെന്നൈ ഈ പ്ലേയിങ് 11 ഉൾപ്പെടുത്തി ഓവർട്ടനെ മാറ്റം ചെയ്തു. ഓവേർട്ടിന് മാറ്റവും ചെയ്തു. കഴിഞ്ഞ ആ ഓവേർട്ടിന് മാറ്റവും ചെയ്തു. എന്നിട്ട് മാറ്റ് ഹെൻറി, നൂർ അഹമ്മദ്, ഈ 2 പേര് മാത്രമാണ് വിദേശ കളിക്കാർ. അവർക്ക് ഒരു വിദേശ ബാറ്റർ പോലും ക്വാളിറ്റിയുള്ള ഡെവാൾ ബ്രവിസ് ഒഴിച്ച് വെറും 2 പേര് മാത്രമാണ് അവർക്ക് വിദേശ ബാറ്ററായിട്ട് ആ ടീമിലുള്ളത്. ഒരാൾക്ക് പരിക്ക് വരികയാണെങ്കിൽ ആ ടീമിന്റെ ബാലൻസ് മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഡെവാൾ ബ്രവിസിന് പരിക്കാണ്. അതിന് പകരം ഷോട്ടിനെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഉപയോഗിച്ചു. അത് വലിയൊരു പരാജയമായി മാറി. ഡെവാൾ ബ്രവിസിന് പരിക്കായത് കൊണ്ട് ആ ടീമിന്റെ കോമ്പിനേഷനോ അല്ലെങ്കിൽ ഘടന തന്നെ കൃത്യമായിട്ടും പൊളിച്ചെഴുന്ന ഒരു അവസ്ഥയാണ്. 9 പേർ, അതായത് ഒരു 2 പേരെ മാത്രം വിദേശ 4 പേരെ ഉപയോഗിക്കാവുന്ന സിറ്റുവേഷനിൽ ഒരു 2 പേരെ മാത്രം ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് കൃത്യമായും പറയാൻ കഴിയുന്ന മത്സരമായിരുന്നു ഇത്. പിന്നെയുള്ളത് മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ടീമിന്റെ ഇതുപോലെ തന്നെ ഈ ബോളേഴ്സ്, അതായത് നമ്മൾ ചെന്നൈക്ക് 209 റൺസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഡിഫെൻഡബിൾ ആയിട്ടുള്ള ടോട്ടലായിരുന്നു. പക്ഷേ ഈ കമ്പോജും അതുപോലെ തന്നെ കലീലും മാറ്റ് ഹെൻറിയൊക്കെ എറിയുന്നത് എന്തെങ്കിലും ആ ബാറ്റ്സ്മാൻ ഇപ്പോൾ പ്രിയാൻ ഷാരിയും അല്ലെങ്കിൽ ശ്രേയസ് അയ്യറും ഒക്കെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു പന്ത് അവർ എറിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ മഷിയിട്ട് നോക്കേണ്ടി വരും. ഒരു പന്ത് പോലും അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നില്ല. മാറ്റ് ഹെൻറിയൊക്കെ വെറുതെ എറിഞ്ഞു പോകുന്നു. ഒരു യവന രാജകുമാരനെ പോലെ അദ്ദേഹം പന്തെറിയാൻ വരുന്നു, എറിയുന്നു, പോകുന്നു. റണ്ണ് ആ സമയത്ത് അവരൊരു എഫേർട്ടും ഇല്ല, അതൊരു ഫുട് വർക്ക് പോലും ഇല്ല. നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കൃത്യമായിട്ട്, അതായത് എല്ലാ പന്തുകളും കറക്റ്റ് അവരുടെ ലൈനിൽ എറിയുന്നു, അത് അവർ 6 അടിക്കുന്നു. അതായത് അവരെ അലട്ടിയ ഒരു പന്ത് പോലും കമ്പോജിന്റെ കയ്യിലുണ്ടായിരുന്നില്ല, മാറ്റ് ഹെൻറിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അത് അവസാന ഓവറുകളിൽ തീരെ ഉണ്ടായിരുന്നില്ല. അവസാന ഓവറിൽ വിക്കറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഒരു അമിത ആവേശം കൊണ്ട് മാത്രമാണ്. ശ്രേയസ് അയ്യരുടെയും അതുപോലെ വധേരയുടെയും ഒക്കെ വിക്കറ്റ് നഷ്ടപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ പോലും ചെന്നൈ ബോളേഴ്സ് ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പന്തുകൾ എറിഞ്ഞിട്ടില്ല. രാഹുൽ ചഹാറിന്റെ കുറച്ച് പന്തുകൾ ഉണ്ടായിരുന്നു എന്നതൊഴിച്ച് ബാക്കി ചെന്നൈ ബോളേഴ്സിന്റെ പന്തുകളൊക്കെയും ദുർബലമായ പന്തുകളായിരുന്നു. അതിനൊപ്പം ചെന്നൈയുടെ നിരയിൽ പ്രശാന്ത് വീർ എന്ന താരത്തെ എന്തിനാണ് അവർ ടീമിൽ ഉൾപ്പെടുത്തിയതെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെ, മാറ്റ് ഷോട്ടിന് പകരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. ഒരു ബോളിംഗ് ഓൾറൗണ്ടർക്ക് ഒരു പന്ത് പോലും, ഒരു ഓവർ പോലും കൊടുത്തിട്ടില്ല.